CUET PG 2024 കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ പാർട്ട് 8ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി മോളാർ അയോണിക് കണ്ടക്ടൻസ് ഓഫ് infinite dilution of NaOH and NaCl and BaCl2 are 248.1 into 10 raised to minus 4, 126.5 into 10 raised to minus 4 and 280 into 10 raised to minus 4 Siemens meter square mole inverse respectively. The molar conductivity, infinite molar conductivity for BaOH twice. നമുക്ക് BaOH twice ന്റെ molar ionic conductance infinite solution ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ നോക്കാം. 2NaOH plus BaCl2 gives 2NaCl plus BaOH twice. നമുക്ക് ഈ ഇക്വേഷൻ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? NaOH ന്റെ 2 times NaOH ന്റെ molar conductance plus molar conductance of BaCl2 minus ചെയ്യണം 2NaCl, 2 times NaCl ന്റെ molar conductance ആയിട്ട്. അപ്പൊ നമുക്ക് 2 into 248.1 into 10 raised to minus 4 plus 280 into 10 raised to minus 4 minus 2 into 126.5 into 10 raised to minus 4. അതായത് റിയാക്ടൻസിൻ്റെ പ്ലസ് ചെയ്യുക, പ്രൊഡക്റ്റിൻ്റെ അതിൻ്റെ അല്ലാത്ത പ്രൊഡക്റ്റ് വേറെ ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫൈനൽ ആയിട്ട് ആൻസർ കിട്ടുക 523.2 into 10 raised to minus 4 Siemens meter square mole inverse ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following oxides is not expected to react with the sodium hydroxide? സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യാൻ താല്പര്യപ്പെടാത്ത ഓക്സൈഡ് ഇതിൽ ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് നമുക്കറിയാം ഒരു മെറ്റൽ ഓക്സൈഡ് ആണ്. അത് ബേസിക് ക്യാരക്ടർ ആണ്. ബേസ് ഒരിക്കലും വേറൊരു ബേസുമായിട്ട് റിയാക്ട് ചെയ്യില്ല. അത് ഓർത്ത് വെക്കാം. ബേസിന് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യാം, ആംഫോട്ടറിക് അതായത് ന്യൂട്രൽ ആയിട്ടുള്ള വേറെ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യാം. പക്ഷെ അത് ഒരിക്കലും വേറൊരു ബേസിക് ഓക്സൈഡുമായിട്ട് ഒരിക്കലും റിയാക്ട് ചെയ്യില്ല. അത് ഓർത്ത് വെക്കാം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ നോക്കുക, കാൽഷ്യം ഓക്സൈഡ് ഒരു ബേസിക് ആണ്. കാൽഷ്യം ഒരു മെറ്റൽ ആണ്. അപ്പൊ അതിന്റെ ഓക്സൈഡ് എന്ന് പറയുന്നതും ബേസിക് ആണ്. ഈ സിലിക്കൺ ഓക്സൈഡ് അതൊരു പി ബ്ലോക്ക് എലമെന്റിന്റെ ഓക്സൈഡ് ആണ്. അതിന് അസിഡിക് ക്യാരക്ടർ ആണ്. സിലിക്കയ്ക്ക് ഒരു അസിഡിക് ക്യാരക്ടർ ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ബേസിക് ആയിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് SiO2 ആയിട്ട് റിയാക്ട് ചെയ്യും. ഇനി ബെറിലിയം ഓക്സൈഡ് എന്ന് പറയുന്നത് അതൊരു ആംഫോട്ടറിക് ഓക്സൈഡ് ആണ്, BeO. അപ്പോൾ NaOH BeO ആയിട്ട് റിയാക്ട് ചെയ്യും. പിന്നെ B2O3 എന്ന് പറയുന്നതും ബോറോൺ ട്രയോക്സൈഡ് എന്ന് പറയുന്നതും അതും ഒരു അസിഡിക് ഓക്സൈഡ് ആണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് B2O3 ആയിട്ടും റിയാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ ഏത് ആയിട്ടാണ് റിയാക്ട് ചെയ്യാത്തത്? ബേസിക് ആയിട്ടുള്ള കാൽഷ്യം ഓക്സൈഡ് ആയിട്ട് മാത്രമേ ഇവിടെ NaOH റിയാക്ട് ചെയ്യാത്തതായിട്ടുള്ളൂ. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നോട്ട് എക്സ്പെക്ടഡ് ടു റിയാക്ട് വിത്ത് ആണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാൽഷ്യം ഓക്സൈഡ് ആയിട്ട് മാത്രം NaOH റിയാക്ട് ചെയ്യില്ല. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള CaO ആണ് റൈറ്റ് ആൻസർ, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾസോ ബേസിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി നമ്പർ ഓഫ് ഡിസ്റ്റിങ് സിഗ്നൽ ഒബ്സർവ്ഡ് ഇൻ ദി കേസ് ഓഫ് അസെറ്റോൺ ആൻഡ് ഈഥൈൽ മിഥൈൽ കീറ്റോൺ. അസെറ്റോണിലും ഈഥൈൽ മിഥൈൽ കീറ്റോണിലും എത്ര NMR സിഗ്നൽസ് ഉണ്ടാവും? NMR സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എത്ര ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോട്ടോൺസ് ഉണ്ടാവും ആ സ്ട്രക്ചറിൽ. അപ്പൊ ഇത് നമ്മൾ കാണാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ഇത് രണ്ടിന്റെയും സ്ട്രക്ചർ ചെയ്ത അസെറ്റോണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് CH3COCH3 ആണ്. അതായത് ഒരേ ടൈപ്പിലുള്ള പ്രോട്ടോൺസേ ഉണ്ടാവുള്ളൂ. അതായത് CH3COCH3. അതായത് CH3 ഉണ്ട്, ഒരു CH3 ഉണ്ട്, രണ്ടും കാർബണായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരേ ടൈപ്പിലുള്ള 6 പ്രോട്ടോൺസ് ആണ് നമുക്ക് അസെറ്റോണിൽ കാണാം. അപ്പൊ എല്ലാ പ്രോട്ടോൺസും ഒരു സിഗ്നലേ തരത്തുള്ളൂ. ഇനി ഈഥൈൽ മിഥൈൽ കീറ്റോണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് CH3CH2COCH3 ആണ്. അതായത് കാർബണിന്റെ ഒരറ്റത്ത് CH3 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരറ്റത്ത് ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഈഥൈൽ ഗ്രൂപ്പിൽ 2 ടൈപ്പ് പ്രോട്ടോൺസ് ഉണ്ട്, മീഥൈൽ ഗ്രൂപ്പിൽ ഒരു ടൈപ്പ് പ്രോട്ടോണും ഉണ്ട്. രണ്ടും സെയിമും അല്ല. അപ്പൊ നമുക്ക് 3 ടൈപ്പ് ഓഫ് ഹൈഡ്രജൻസ് അവിടെ കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 1 and 3. അസെറ്റോണിൽ ഒരു ടൈപ്പ് NMR സിഗ്നലേ ഉണ്ടാവുള്ളൂ, കാരണം ഒരു ടൈപ്പ് പ്രോട്ടോണേ ഉള്ളൂ. ബട്ട് ഈഥൈൽ മിഥൈൽ കീറ്റോണിൽ നമുക്ക് 3 ടൈപ്പ് പ്രോട്ടോൺ കാണാം. അപ്പൊ 3 സിഗ്നൽ നമുക്ക് അവിടെ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഈച്ച് ക്ലോറിൻ ഇൻ CaOCl2. CaOCl2 എന്ന് പറയുന്നത് ബ്ലീച്ചിങ് പൗഡറിലുള്ള സ്ട്രക്ചർ ആണ്.
CaOCl2 അവിടെ ബ്ലീച്ചിങ് പ്രോപ്പർട്ടിക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ബ്ലീച്ചിങ് പൗഡറിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് Ca, കാൽഷ്യത്തിന് പ്ലസ് ചാർജ് ആണ്. ഒരു ക്ലോറിൻ ഡയറക്ട്ലി കാൽഷ്യം ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, ഒരു ക്ലോറിൻ ഓക്സിജൻ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, അത് പിന്നെ കാൽഷ്യം ആയിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടത് ക്ലോറിന്റെ സ്ട്രക്ചർ ആണ്. ഓക്സിജൻ ഓൾവേസ് -2 ആണ് ചാർജ് ഉണ്ടാവുക. അപ്പോൾ ഒരു ക്ലോറിൻ ഡയറക്ട്ലി കാൽഷ്യം ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് -1 ആയിരിക്കും ചാർജ്. പക്ഷേ ഇവിടെ ഒരു ക്ലോറിൻ ഓക്സിജൻ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ഓക്സിജന്റെ ചാർജ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ആ ക്ലോറിന്റെ ചാർജ് +1 ആയിരിക്കണം. അപ്പോൾ CaOCl2 അതായത് ബ്ലീച്ചിങ് പൗഡറിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് ക്ലോറിനെ കാണാൻ പറ്റും. ഒരു ക്ലോറിന് -1 ആയിരിക്കും ചാർജ്, അടുത്ത ക്ലോറിന് +1 ആയിരിക്കും ചാർജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, give the example, give the structure of X and Y. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഇത് റിഡക്ഷൻ റിയാക്ഷൻ ആണ്, നേരത്തെ നമ്മൾ കണ്ടതുപോലെ. പക്ഷെ റിയേജന്റ് മാറുമ്പോൾ തന്നെ സ്ട്രക്ചറും മാറും. അപ്പോൾ സോഡിയം ബോറോഹൈഡ്രൈഡ് വെച്ചിട്ടുണ്ട്, പിന്നെ ഹൈഡ്രോബോറൈലേഷൻ ഓക്സിഡേഷൻ ആണ് എക്സ് പ്രൊഡക്റ്റ് വരിക. ബൈ പ്രൊഡക്റ്റ് വരിക സോഡിയം ബോറോഹൈഡ്രൈഡിന്റെ റിഡക്ഷൻ ആയിരിക്കും. നെക്സ്റ്റ് ഈ BH3THF ഉം H2O2 എന്ന് പറയുന്നത് ഹൈഡ്രോബോറൈലേഷൻ ഓക്സിഡേഷന്റെ റിയേജൻസ് ആണ്. ഹൈഡ്രോബൊറൈലേഷൻ ഓക്സിഡേഷൻ നടക്കുന്നത് ഡബിൾ ബോണ്ടിനെ, കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിനെ ആൽക്കഹോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ്. അതായത് BH3THF H2O2 OH ഹൈഡ്രോബൊറൈലേഷൻ ഓക്സിഡേഷൻ നടക്കുക സബ്സ്ട്രേറ്റ് ആൽക്കീൻ ആയിരിക്കും. കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിനെ അത് ആൽക്കഹോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ആൽക്കഹോൾ ഉള്ള OH ഗ്രൂപ്പ് മോർ ഹൈഡ്രജൻ ഉള്ള ഗ്രൂപ്പിലേക്കായിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് BH3THF നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് X എന്ന് പറയുന്നത് ഒരു ആൽക്കഹോൾ ആയിരിക്കും. ആ ആൽക്കഹോൾ ആൽക്കീന്റെ, അതായത് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉള്ള ആൽക്കഹോൾ മാത്രമേ അറ്റാക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് X = 1 X = ഓപ്ഷൻ 1 ഓപ്ഷൻ 4 ഫോം ചെയ്യുള്ളൂ. അതായത് BH3THF H2O2 കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിൽ മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിനെ OH ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ഉള്ള കാർബണിലായിരിക്കും OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് ഓപ്ഷൻ 1 ഓപ്ഷൻ 4 അവിടെ വെക്കാം, ബാക്കി രണ്ടും ക്യാൻസൽ ഔട്ട് ആവും. ഇനി സോഡിയം ബോറോഹൈഡ്രൈഡ് അതും കൺവേർട്ട് ചെയ്യും. കാർബണിലിനെ അത് എന്താക്കും, കാർബണിൽ കോമ്പൗണ്ടിനെ അത് ആൽക്കഹോൾ ആക്കി മാറ്റും. അപ്പൊ നമുക്ക് ഓപ്ഷൻ 1 ആയിരിക്കും കിട്ടുക. ഓപ്ഷൻ 1 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. NaBH4 reduce ketones to alcohol. BH3THF and H2O2 are reagents for hydroborylation oxidation for the conversion of alkene to alcohol, in which OH group will be attached to the most substituted carbon. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ക്വാണ്ടിറ്റി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, അതിന്റെ കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര മോൾ ഉണ്ടാവും, എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും എന്നാണ് കണ്ടത്. 88 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 44 ആണ്, നമുക്കറിയാം. അപ്പൊ 88 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിൽ 2 മോൾ ഉണ്ടാവും. അപ്പോൾ A1 ആയിരിക്കും. പിന്നെ 6.022 × 10⁻³ മോളിക്യൂൾസ് ഓഫ് H2O എന്ന് പറയുന്നത് 6.022 × 10⁻³ മോളിക്യൂൾസ് എന്ന് പറയുന്നത് 1 മോൾ ആണ്. നമുക്കറിയാം ഒരു മോളിൽ ഇത്രയും മോളിക്യൂൾസ് ഓഫ് H2O2 ഉണ്ടാവും. അപ്പോൾ B2 ആണ് ഇവിടെ ആൻസർ വരിക. A1 ഉം B2 തന്നെ വരും. 96 gram ഓഫ് ഓക്സിജൻ. 96 ഓക്സിജന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 32 ആണ്. അപ്പൊ 96 gram ഓഫ് ഓക്സിജനിൽ നമുക്ക് 3 മോൾ ഓഫ് ഓക്സിജനെ കാണാൻ പറ്റും. പിന്നെ 1 മോൾ ഓഫ് എനി ഗ്യാസ് കണ്ടെയ്ൻ 6.022 × 10⁻23 മോളിക്യൂൾസ് കിട്ടും. അപ്പൊ D3 ആണ് ആൻസർ വരിക. അപ്പൊ നമ്മൾ റൈറ്റ് ആൻസർ എന്നത് ഓപ്ഷൻ A ആണ്. A1 B2 C4 D3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, MgATP complex is a substrate for. ഈ MgATP കോംപ്ലക്സ് എന്ന് പറയുന്നത് ഏത് ഇതിനുള്ള സബ്സ്ട്രേറ്റ് ആണ്? അത് കൈനേസ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following vibrational mode show IR absorption peak? Show no IR absorption peak. നമുക്കറിയാം IR അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ വൈബ്രേഷനിൽ മാത്രമേ നടക്കുള്ളൂ. IR എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ അവിടെ വൈബ്രേഷൻ ആണ് നോക്കുക. വൈബ്രേഷൻ
നടക്കണമെങ്കിൽ അവിടെ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് വേണം. ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ IR അബ്സോർപ്ഷൻ നടക്കുള്ളൂ. അപ്പൊ ഈ സിമെട്രിക് കാർബൺ ഡൈ ഓക്സൈഡ് സ്ട്രക്ചർ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലീനിയർ ഷേപ്പ് ആണ്, ഒരേപോലെ രണ്ട് സൈഡിലും സ്ട്രക്ചർ ചെയ്ത് അവിടെ ഡൈപോൾ മൊമെന്റിന് ചേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ അത് IR ആക്റ്റീവ് ആയിരിക്കില്ല. ആന്റി സിമെട്രിക് കാർബൺ ഡൈ ഓക്സൈഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലേക്ക് കൂടുതൽ വലിയും ഒരു സൈഡിലേക്ക് കുറച്ച് വലിയും. അപ്പൊ നമുക്കറിയാം ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഡിസ്റ്റൻസിൽ അവിടെ ചേഞ്ച് ഉണ്ടാവും, അപ്പൊ അവിടെ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും, അപ്പൊ അത് IR ആക്റ്റീവ് ആണ്. പിന്നെ സിമെട്രിക് COCS സ്ട്രക്ചർ, ഓക്സിജനും സൾഫറിനും ഡൈപോൾ മൊമെന്റ് ഡിഫറെന്റ് ആണ്, ചാർജ് ഡിഫറെന്റ് ആണ്. അപ്പൊ അവിടെയും IR ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും, അപ്പൊ അത് IR ആക്റ്റീവ് ആയിരിക്കും. പിന്നെ CH3CCH അത് ഉറപ്പാണ്, രണ്ട് സൈഡിലും സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്, അപ്പൊ അവിടെയും ഡൈപോളിൽ ചേഞ്ച് ഉണ്ടാവും, അപ്പൊ അതും IR ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ IR ആക്റ്റീവ് അല്ലാത്തത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സിമെട്രിക് കാർബൺ ഡൈ ഓക്സൈഡ് സ്ട്രക്ചർ ആണ് ഇവിടെ IR ആക്റ്റീവ് അല്ലാത്തത്. നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 കുറച്ച് സ്ട്രക്ചർ തന്നിട്ടുണ്ട്, അതിന്റെ നെയിം ലിസ്റ്റ് 2 തന്നിട്ടുണ്ട്, ഇതിൽ ഏതാണ് മാച്ച് ചെയ്യണം. അപ്പൊ ഇത് എല്ലാ സ്ട്രക്ചറും നമുക്ക് അറിയുന്നില്ലെങ്കിൽ 3 മെമ്പേർഡ് സ്ട്രക്ചർ നമുക്ക് അറിയാം. 3 മെമ്പേർഡ് ആയിട്ടുള്ള 2 കാർബണും ഓക്സിജനും ഉള്ള സ്ട്രക്ചർ നമ്മൾ ഓക്സി റെയിൻ എന്നാണ് പറയാം. അതായത് C4 ആയിരിക്കും. C4 ഉള്ള 2 ഓപ്ഷൻ ആണ് അവിടെ ഉള്ളത്. പിന്നെ 4 മെമ്പേർഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ നമ്മൾ ഓക്സിറ്റെയിൻ എന്നാണ് പറയാം. അപ്പൊ B3 ആയിരിക്കും. C4B3 ഉള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് ഓപ്ഷൻ 4 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം A എന്ന് പറയുന്നത് 1 ആണ്, ഓക്സിപ്പെയിൻ. D 5 മെമ്പേർഡ് റിംഗ് ആണെങ്കിൽ അത് ഓക്സോലെയിൻ എന്നാണ് പറയാം. അപ്പൊ നമ്മുടെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആയിരിക്കും. Next question. The structure of the compound having C9H12 showing NMR peaks at 7.1, 2.2, 1.5 and 0.9 ppm. അപ്പൊ 4 പീക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 7.1, 2.2, 1.5 0.9. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അരോമാറ്റിക് പീക്സ്, അരോമാറ്റിക്കിൽ ഒരു പീക്കേ തന്നിട്ടുള്ളൂ, പക്ഷെ ഇവിടെ അരോമാറ്റിക്കിൽ ഡിഫറെന്റ് പ്രോട്ടോൺസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പൊ അരോമാറ്റിക്കിലേക്ക് നമ്മൾ നോക്കണ്ട, നമ്മൾ ബ്രാഞ്ചസ് മാത്രം നോക്കിയാൽ മതി. ബ്രാഞ്ചസിൽ നമുക്ക് 3 ടൈപ്പ് കാർബൺസ് ഉണ്ട്, 3 ടൈപ്പ് പ്രോട്ടോൺസ് ഉണ്ട് എന്ന് കാണാം. അപ്പൊ ഫസ്റ്റ് സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് 2 ടൈപ്പ് പ്രോട്ടോൺസേ ബ്രാഞ്ചസിൽ കാണാൻ പറ്റുള്ളൂ. അതായത് CH3, CH3 ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ 2 ടൈപ്പ് പ്രോട്ടോൺസേ ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് സ്ട്രക്ചർ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇനി സെക്കൻഡ് സ്ട്രക്ചറിലും നമുക്ക് ഒരേ ടൈപ്പുള്ള പ്രോട്ടോൺസ് കാണാൻ പറ്റുന്ന, അതും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ തേർഡ് സ്ട്രക്ചറിൽ, സെക്കൻഡ് സ്ട്രക്ചറിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോട്ടോൺസ് കാണാൻ പറ്റും. ഫോർത്ത് സ്ട്രക്ചറിലും നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് പ്രോട്ടോൺസ് കാണാൻ പറ്റും. ഇവിടെ തന്ന ഡീറ്റെയിൽസ് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് സ്ട്രക്ചർ ആണ് മോർ സ്യൂട്ടബിൾ. കാരണം ഈ മീഥൈൽ ഗ്രൂപ്പ് CH3 ഗ്രൂപ്പിന് നമുക്ക് 0.99 ppm കിട്ടും. പിന്നെ ഡയറക്ട്ലി ബെൻസീൻ അറ്റാച്ച് ചെയ്ത CH2 ഗ്രൂപ്പിന് 2.2 ppm വരും. പിന്നെ CH2 ഗ്രൂപ്പും CH3 ഗ്രൂപ്പും അറ്റാച്ച് ചെയ്തിട്ടുള്ള CH2 ഗ്രൂപ്പിന് 1.5 ppm വരും. അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് സ്ട്രക്ചർ മാത്രമേ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളൂ. അപ്പൊ അതാണ് അവിടെ നമ്മൾ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ അത്രയാണ് CUET PG 2024 കെമിസ്ട്രി പേപ്പർ ഡിസ്കഷൻ. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു.